ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാടൻ ഹൈവേ 360 വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇവിടെ വൈകിയുണ്ട്. നമ്മളിന്ന് തലപ്പക്കട്ടി ബിരിയാണി കഴിക്കാൻ വന്നതാണ്. ഫേമസ് ആയിട്ടുള്ള ദിണ്ടിഗൽ തലപ്പക്കട്ടി ബിരിയാണി. അപ്പോൾ തിരുവനന്തപുരം പട്ടത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് വരണമെന്ന് വിചാരിച്ചാണ് ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് തലപ്പക്കട്ടി ബിരിയാണി കഴിച്ചിട്ട് വരാം. നമ്മുടെ തലപ്പക്കട്ടി റെസ്റ്റോറൻറ്റിന് ഒരു ചരിത്രമുണ്ട്. 1957 നാഗസ്വാമി നായിഡു എന്ന വ്യക്തിയാണ് ആനന്ദ വിലാസ് ബിരിയാണി ഹോട്ടൽ എന്ന പേരിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. ആ ഹോട്ടലാണ് ഇന്ന് ഈ കാണുന്ന തലപ്പക്കട്ടി റെസ്റ്റോറൻ്റ് എന്ന എല്ലാവരും അറിയപ്പെടുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പായി മാറിയത്. ഇവിടുത്തെ തലപ്പക്കട്ടി റെസ്റ്റോറൻറ്റ് 2 നിലകളാണ്. താഴെയുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. രണ്ടിടത്തും നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ വന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തലപ്പക്കട്ടി മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ കുത്തുപറോട്ട. ചിക്കൻ കുത്തു പൊറോട്ട, മട്ടൻ ബിരിയാണി ബോൺലെസ്, പപ്പടം, ബിരിയാണി ഗ്രേവി, മട്ടൻ ഗ്രേവി, ഓണിയൻ സലാഡ്. ഇത് നമ്മുടെ തലപ്പക്കട്ടി മട്ടൻ ബിരിയാണിയാണ്. അവർ സെർവ് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ ഈ ബിരിയാണി ചെമ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റൈലുള്ള പാത്രത്തിലാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ടയുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ടോ മട്ടനാണ് മുകളിൽ, ചെറിയ ചെറിയ പീസായിട്ടുള്ള മട്ടനാണ്. ഈ തലപ്പക്കട്ടി ബിരിയാണിയുടെ കൂട്ടത്തിൽ അവരൊരു മട്ടൻ ഗ്രേവി വരുന്നുണ്ട്, പിന്നെ പപ്പടമുണ്ട്, അതുപോലെ തന്നെ സലാഡുണ്ട്. നമ്മുടെ തലപ്പക്കട്ടി ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താണ് ഇറച്ചിച്ചോറൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലാണ് നമ്മുടെ തലപ്പക്കട്ടി ബിരിയാണി വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു വ്യത്യസ്തമായൊരു മസാല കൂട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു സംഭവമുണ്ട്. ഇതിൽ ചേർന്ന സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ഫ്ലവർ, കൽപ്പാസം എന്ന് തമിഴിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ കല്ലിലൊക്കെ പിടിച്ച് വരുന്ന ഒരു പായൽ തരത്തിലുള്ള ഒരു ഐറ്റമാണ്. അതാണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്ന പ്രധാന ഒരു ഐറ്റം. അപ്പോൾ എന്തായാലും ഞാനത് നമ്മുടെ നാഗർകോവിൽ നിന്ന് തലപ്പക്കട്ടി റെസ്റ്റോറൻറ്റ് കഴിച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവമാണ്. ആ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോഴും തലപ്പക്കട്ടി ബിരിയാണിക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. നമ്മുടെ മട്ടനും കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്. സംഭവം അതേ ടേസ്റ്റ് തന്നെയാണ്. മട്ടനെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ, പിരിന്ന് വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ എരിവോട് കൂടിയ ഒരു പ്രത്യേകതരം രുചിയാണ്. അത് നമ്മുടെ സാധാരണ കേരളത്തിൽ കിട്ടുന്ന ബിരിയാണിയോട് യാതൊരു ബന്ധമുള്ള സംഭവമാണ്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ്. എന്തായാലും ആ പണ്ട് കഴിച്ച അതേ ടേസ്റ്റ് തന്നെ കുറേ വർഷത്തിനിടയിൽ, ഞാൻ ഏകദേശം ഒരു 5 വർഷം മുമ്പാണ് ഇത് കഴിച്ചത്. എന്തായാലും അതേ ടേസ്റ്റ് തന്നെ ഇപ്പോഴും വരെ നിലനിർത്തി പോകുന്നുണ്ട്. സംഭവം ഗംഭീരമാണ് കേട്ടോ. സീർഗ സാമ്പാർ റൈസ് എന്ന സ്പെഷ്യൽ റൈസ് ഉപയോഗിച്ചിട്ടാണ് തലപ്പക്കട്ടി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. പപ്പടം എല്ലാം ചേർത്ത് കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കൂടി വരുന്നുണ്ടോ സംഭവം. എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ടേസ്റ്റും മണവും ഒന്നും അത്രയ്ക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ കഴിക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മണം അത്രയ്ക്ക് എനിക്ക് കിട്ടിയില്ല. തലപ്പക്കട്ടി ബിരിയാണിയുടെ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഗ്രേവി ഒഴിച്ച് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് അല്ലാതെ കഴിക്കുന്നത് തന്നെയാണ് നല്ലതായിട്ട് തോന്നുന്നത്. ഈ ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല രുചിയാണ് അല്ലാതെ കഴിക്കാൻ തന്നെ. ഇത് തലപ്പക്കട്ടി റെസ്റ്റോറൻറ്റിലെ ചിക്കൻ കുത്തുപൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ തലപ്പക്കട്ടി ചിക്കൻ ബിരിയാണി പറഞ്ഞിരുന്നത് അതാ കൊണ്ടുവരുന്നുണ്ട്. ചിക്കൻ ബിരിയാണി സർ, തലപ്പക്കട്ടി ചിക്കൻ ബിരിയാണി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എടുത്തോ. ഈ കൊത്തു പൊറോട്ടയിൽ പൊറോട്ട ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുട്ടയെല്ലാം കൂടെ ചേർത്തിട്ട് കുറേ വെജിറ്റബിൾസൊക്കെ അതിൽ വരുന്നുണ്ട്. കൃത്യമായിട്ട് എന്താണ് നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. നന്നായിട്ട് കൊത്തി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാം. സംഭവങ്ങളാണ് കേട്ടോ, ജോറായിട്ടുണ്ട്. ചിക്കൻ്റെയും മുട്ടയുടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ ആ ഒരു മിക്സെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയിലാണെങ്കിൽ 2 പീസ്, മീഡിയം 2 പീസ് ചിക്കനാണ് വന്നിരിക്കുന്നത്. കൂടുതലും മസാലയൊന്നും ഇല്ലാത്ത ചിക്കനാണ്. ചിക്കൻ ബിരിയാണി ഗംഭീരമായിട്ടുണ്ട്. ആ ട്രഡീഷണൽ വേയുള്ള തലപ്പക്കട്ടി ബിരിയാണിയുടെ എല്ലാ ഫ്ലേവറും അടങ്ങിയ ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ്.
ചിക്കൻ എല്ലാം നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. കൂടുതൽ മസാലയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ഫ്ലേവർ എല്ലാം ഉണ്ട്. സംഭവം മട്ടൻ ബിരിയാണി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതും ഒട്ടും മോശമല്ല, വളരെ ഗംഭീരം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചാനലിലൂടെ ഒരു ബിരിയാണിയുടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള തലപ്പക്കട്ടി ബിരിയാണി. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോയാണ്. വൈകിട്ട് പനിയായിരുന്നു, എന്നാലും ബിരിയാണി എല്ലാം കഴിച്ച് കൊള്ളാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചില്ലക്കടൻ സൈനിങ് ഔട്ട്.